നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്? എന്നാൽ ഇന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ വേ ഉണ്ടോ? സാധാരണ ഒരു മനുഷ്യന് അധികം ഫിലോസഫിക്കലൊന്നും ആവാതെ എന്താണ് വേണ്ടതെന്ന് ലൈഫിൽ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? നമ്മൾ ഇന്ന് അങ്ങനെ ഒരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ ലൈഫിൽ എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അറിയുന്നതിന് മുന്നേ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പേപ്പറും പേനയൊക്കെ എടുക്കുക. നിങ്ങൾ ലിസ്റ്റായിട്ട് ഇതൊരു എക്സർസൈസ് പോലെ പോകാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു എക്സർസൈസിലൂടെ എല്ലാവരും അവനവൻ്റെ സാഹചര്യത്തിനും സിറ്റുവേഷനുമുള്ള പർപ്പസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. പേപ്പറും പേനയൊക്കെ റെഡിയായെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആണ് ഒബ്വിയസ്ലി. പക്ഷേ എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു നിശ്ചയമൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ 1 by 1 ലിസ്റ്റ് ചെയ്ത് എഴുതുക. അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് എഴുതുക എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം. ഇനി നിങ്ങൾ എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് ലിസ്റ്റ് എഴുതിയതിന് സൈഡിലായിട്ട് ഇതിന് പകരം എന്താണ്, ഓരോ കാര്യത്തിനും ഓരോ പോയിന്റിനും പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതും കൂടി എഴുതുക. നിങ്ങൾ ആ ഒരു എന്താണ് വേണ്ടത് എന്നുള്ള ഒരു വലിയ സംഭവമായിട്ടും അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് കാര്യമായിട്ടും വിചാരിക്കുമ്പോഴല്ലേ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് 1 by 1 അതിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതാൻ സിമ്പിളാണല്ലേ. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഈ ലിസ്റ്റ് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണ് എന്നുള്ളതിൽ നിന്ന് ഡിറൈവ് ചെയ്തത്. ആ ലിസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി സ്റ്റെപ്പ് 2 ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ മോശമായി നടക്കുന്ന സംഭവങ്ങൾ, നിങ്ങളെ മോശമായി അഫക്റ്റ് ചെയ്യുന്ന ഫീലിങ്സ്, ദേഷ്യമാവട്ടെ, നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ ദേഷ്യമുണ്ട്, ഇന്ന കാര്യത്തിൽ സങ്കടമുണ്ട്, അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കുറേ ഫീലിങ്സ് അല്ലെങ്കിൽ പെയിൻ, അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ഇനി അതിൻ്റെ സൈഡിൽ എന്താണ് എഴുതേണ്ടത്? ഇതിന് പകരം നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന രീതിയിൽ ഈ ഒരു ഇവൻറ്റിന് പകരം എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അതാണ് എനിക്ക് പീസ്ഫുൾ. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. കാരണം ഹ്യൂമൻ മൈൻഡിന് എളുപ്പമാണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അന്വേഷിക്കാൻ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആകുമ്പോഴും എന്താണ് വേണ്ടാത്തതെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും ഇത്രയും നാളും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതിയപ്പോൾ തന്നെ 1, 2, 3 എന്ന് വന്നില്ലേ. അപ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുൾ ഈ വേണ്ടാത്ത കാര്യങ്ങളിലായിരുന്നു. ഇതിന് ഓപ്പോസിറ്റാണ് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. നമ്മളതൊരു മിനിറ്റ് പോലും ആലോചിച്ചെടുക്കാനോ ഒന്ന് എഴുതി വെക്കാനോ ഒന്നും ടൈം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ക്ലാരിറ്റി കുറവ്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കിട്ടിയില്ലേ. ഇനി നിങ്ങൾ ഇത്രയും കാലം ഫോക്കസ് ചെയ്തത് ഈ വേണ്ടാത്ത കാര്യങ്ങളിലാണെങ്കിൽ ഇനി നമ്മളുടെ ഫോക്കസ് ഈ വേണ്ട കാര്യങ്ങളിലേക്ക് നീക്കുക. അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് അല്ലേ? അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് വേറൊരു എക്സസൈസ് ചെയ്യാം, നിങ്ങൾ എഴുതിയതുപോലെ. അതിനുവേണ്ടി ഇതൊരു 30 seconds മതിയായിരിക്കും. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചതിന് ശേഷം നിങ്ങളൊരു റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു റോഡ്, ഒരു ട്രാഫിക് സിഗ്നലാണ്. ആ സിഗ്നലിലൂടെ കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് പോലെ വിചാരിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ആ റോഡിൽ പോകുന്ന വണ്ടികളെയൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ കുറേ വണ്ടികൾ, പല കളറിലുള്ള വണ്ടികൾ പോകുന്നു, ഇതൊക്കെ ഇമാജിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളിൽ മഞ്ഞ കാറുകൾ പോകുന്നത് മാത്രം, മഞ്ഞ പോകുമ്പോൾ മാത്രം അതിനെ മാത്രം ശ്രദ്ധിക്കാൻ ട്രൈ ചെയ്യാം. ബാക്കിയൊക്കെ പോയിക്കോട്ടെ. എത്ര മഞ്ഞ കാറുണ്ട്, മഞ്ഞ കാർ പോകുമ്പോൾ മാത്രം നിങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോവുക. ഇതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ മഞ്ഞക്കാറുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് മഞ്ഞക്കാറുകളുടെ എണ്ണം കൂടിയോ? അതുവരെ, അതിന് മുന്നേ നിങ്ങൾ കണ്ണടച്ച് ആലോചിച്ചപ്പം ആ റോഡിൽ കൂടെ പോയത് എത്ര മഞ്ഞക്കാറായിരുന്നു? ചിലപ്പോൾ മഞ്ഞക്കാറൊന്നും പോയിട്ട് തന്നെ ഉണ്ടാവില്ല. ഞാൻ ഈ മഞ്ഞക്കാർ പോവാന്ന് പറഞ്ഞപ്പം തൊട്ട് നിങ്ങൾ എത്രയോ മഞ്ഞക്കാറുകൾ അവിടെ കാണാൻ തുടങ്ങിയല്ലേ. അതുപോലെ നമ്മൾ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾക്ക് കൂടിക്കൂടി വരിക. നിങ്ങൾ ഏതൊരു പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അത് കൂടിക്കൂടി വരും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എഴുതിയതുപോലെ ആ സൊല്യൂഷനുകളിൽ അല്ലെങ്കിൽ ആ വേണ്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോഴാണ് അത് കൂടിക്കൂടി വരിക.
വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് വേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അത് ആർക്കും അറിയാത്ത കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ അത് ചെയ്യുന്നത് എന്തിനാണ്? അതിലൂടെ നമ്മളുടെ ഫോക്കസ് സ്ലോലി ആ വേണ്ട കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ കോൺസെൻട്രേഷൻ സ്ലോലി ആ വേണ്ട കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കൂ. ഇപ്പം നമ്മൾക്കൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട്, ലിസ്റ്റ് ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഇനി നമ്മൾക്കിത് കുറച്ചും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യണം. ഇത് കുറച്ച് ഫിലോസഫിക്കലാണ്. അതായത് ഈ ലിസ്റ്റ് എഴുതിയ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വേണോ? അതെങ്ങനെ അറിയാം? അതിന് നമുക്ക് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ് വാങ്ങിക്കലാണ്, അതായിരുന്നു നിങ്ങളുടെ ഗോൾ. ഏതെങ്കിലും ഒരു മോഡൽ ഒരു കാർ. അങ്ങനെ നിങ്ങൾ കുറേ കൊല്ലം കാത്തിരുന്ന് അങ്ങനെ ഒരു വണ്ടി മേടിച്ചു. അതുകൊണ്ട് നിങ്ങൾ റോഡ് പോവാണ്. അപ്പോൾ നിങ്ങൾ റോഡിലൂടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ വേറൊരു വണ്ടി കാണുകയാണ്. ഇതിനേക്കാൾ ബെറ്റർ ഫീച്ചേഴ്സ്, കാണാനും നല്ലത്, വില കൂടിയൊരു വണ്ടി. ഉടനെ നിങ്ങൾ ഇനി ഇതെനിക്ക് കിട്ടിയല്ലോ, ഇനി അതാണ് എൻ്റെ ഗോൾ, അതെനിക്ക് വേണം. നിങ്ങൾ ഈ റോഡിലൂടെ പോയിരുന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ആ ഒരു വണ്ടി കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമായിരുന്നോ? അപ്പം നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ ഒരു ഡിസയർ അല്ലേ അത്. ആ ഒരു വണ്ടി നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചെടുക്കുമായിരുന്നോ എനിക്കിനി ഇങ്ങനൊരു വണ്ടി തന്നെയാണ് വേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ റോട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ കുറേ ഡിസയർസ് ഉണ്ട്, ആൾക്കാരുടെ അടുത്ത് നിന്ന് ബോറോ ചെയ്ത കുറേ ഡിസയർസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പലരിടത്തു നിന്നും കടം വാങ്ങിയതായിരിക്കും, റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഇനി ബോറോ ചെയ്ത ആഗ്രഹങ്ങളെപ്പോലെ ഫിൽട്ടർ ചെയ്യേണ്ട വേറൊരു കാറ്റഗറി ഓഫ് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അത് തന്നെ പറയാം. നിങ്ങൾക്ക് ആഗ്രഹം ഈ ഒരു കാർ മേടിക്കാനാണ്, ഇന്ന മോഡൽ, ഇന്ന കളർ, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എനിക്ക് ഈ ഒരു കാർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, അങ്ങനെ ആലോചിച്ചേ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡൽ ഇറങ്ങുന്നു. നിങ്ങൾക്ക് പഴയ കാർ തന്നെ മതിയായിരിക്കുമോ? പഴയ മോഡലാണോ നിങ്ങളുടെ ആഗ്രഹം? അതോ നിങ്ങളതൊന്ന് കാണും ഇതൊക്കെ തന്നെ, എന്നാലും മോഡലൊന്ന് കൂട്ടിയേക്കാം അല്ലേ? ഇനി വേറൊരു മോഡൽ ഇറങ്ങുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇത് മേടിക്കുന്നതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പല പല മോഡലുകൾ പുതിയത് വരുന്നു. അപ്പം നിങ്ങൾക്ക് ആ പഴയ മോഡൽ മേടിക്കാനാണോ ഇപ്പോഴും ആഗ്രഹം കുറച്ചൊക്കെ മോഡൽ മാറിയതിനനുസരിച്ച് ആഗ്രഹവും മാറിയല്ലേ? അപ്പം നമ്മളുടെ കുറേ ആഗ്രഹങ്ങൾ സീസണലാണ്. ആ സീസണലായിട്ടുള്ള ആഗ്രഹം അതും നിങ്ങൾ ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ളതിൽ വെച്ചിട്ട് സീസണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളോ, അതുമല്ല കളഞ്ഞു കിട്ടിയ ആഗ്രഹങ്ങളോ, ബോറോ ചെയ്ത ആഗ്രഹങ്ങളോ, അതൊന്നും ഈ ലിസ്റ്റിൽ പാടില്ല എന്നുള്ളതൊന്നുമില്ല. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അതിന് മാത്രം ആഗ്രഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് നിങ്ങളുടെ ലിസ്റ്റിലെ ആഗ്രഹങ്ങൾ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് എന്നും ആ ഒരു ഡ്രൈവ് തരുന്നത് അത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്നും എക്സൈറ്റഡ് ആയിട്ടുള്ളത് അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എനർജി കൂടുതൽ കിട്ടുന്ന പോലെ തോന്നുന്നത്, ഡ്രെയിൻ ഔട്ട് ആവാത്തത്. ആ ഡിസയർസ് നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഈ ബോറോ ചെയ്ത ഡിസയർസും പിന്നെ ഈ സീസണലായി കിട്ടിയതും അതൊക്കെ സ്ലോലി കൊഴിഞ്ഞു പോകും. ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ. ഈ ലൈഫിൻ്റെ പർപ്പസ് തപ്പിപ്പോകുമ്പോൾ ആൾക്കാർ എപ്പോഴും സ്റ്റക്ക് ആവുന്ന എവിടെയാണെന്നോ, വലിയ എന്തോ തപ്പിയാണ് പോവുക. അതായത് എൻ്റെ ലൈഫ്, ഇത്രയും നാളത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ വലിയ എന്തോ ഒരു പർപ്പസ് ആയിരിക്കണമല്ലോ. ആ ഒരു വലിയ സംഭവം അന്വേഷിച്ച് പോയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതിലെന്തെങ്കിലും നിങ്ങളുടെ പർപ്പസ് ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കുന്നില്ല. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ലൈഫിന്റെ പല ഘട്ടത്തിലും അത് മാറും, അല്ലെങ്കിൽ അത് പല രീതിയിൽ ഇവോൾവ് ചെയ്യും. അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം തയ്യാറായിരിക്കണം. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ, ഒരു കുട്ടിയായിരുന്നപ്പോൾ, സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്? അന്ന് നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് എന്ന് വിചാരിച്ച കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നിങ്ങളുടെ ഗോൾസ്? ഒരു വ്യത്യാസവും ഇല്ലേ? അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഉണ്ടാവും, ഓരോ സമയത്തും ഉണ്ടാവും. അത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും ആദ്യം റെഡി ആയിരിക്കണം. സിമ്പിളായൊരു കാര്യമാണ്, പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.